ഒരുപാട് ആഗ്രഹങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു മനുഷ്യനാണ് കാവ്യമാധവന്റെ അച്ഛൻ പി മാധവൻ. അദ്ദേഹത്തെക്കുറിച്ച് എപ്പോഴും എല്ലാവർക്കും നല്ലത് മാത്രമാണ് പറയാനുള്ളത്. വളരെ ശാന്തസ്വരൂപനായ ഒരാളാണ് അദ്ദേഹമെന്ന് കൂടെ ഇടപഴകിയവരെല്ലാം പറയുന്നു. അവസാന നിമിഷം വരെ ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചാൽ മതിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. മകളെയും ചെറുമകളെയും കാണാൻ വേണ്ടിയാണ് നീലേശ്വരത്തുള്ള എല്ലാം വിറ്റുപെറുക്കി അവർ കൊച്ചിയിലേക്ക് താമസം മാറ്റിയത്. അവസാന നാളിൽ പോലും ആഗ്രഹം അദ്ദേഹം സഫലീകരിച്ചു എന്ന് വേണം പറയാൻ. മൂത്ത മകന്റെ കൂടെയും അദ്ദേഹം ഓസ്ട്രേലിയയിൽ താമസിക്കാറുണ്ട്. 2 സ്ഥലങ്ങളിലും മാറി മാറിയാണ് അവർ രണ്ടുപേരും നിൽക്കാറുള്ളത്. 2 ആഴ്ച മുമ്പാണ് ചെന്നൈയിൽ കാവ്യയുടെ വീട്ടിലേക്ക് താമസിക്കാൻ അവർ പോയത്. 2 ദിവസം കഴിഞ്ഞിട്ട് കൊച്ചിയിലെ വീട്ടിൽ നിന്ന് നമുക്ക് ചെന്നൈയിലേക്ക് പോകാമെന്ന് ഭാര്യ ശ്യാമള പറഞ്ഞിട്ടും അദ്ദേഹത്തിനെ കൊച്ചുമകളെ കാണാനുള്ള തിടുക്കത്തിൽ ഇപ്പോൾ തന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ ആ വീട്ടിൽ നിന്നും ഇറങ്ങുകയായിരുന്നു. കാവ്യയ്ക്ക് ഒരുപാട് ആവശ്യങ്ങളുള്ളതാണ്. നമ്മൾ ചെന്നിട്ട് വേണം കുഞ്ഞിനെ നമ്മളെ ഏൽപ്പിച്ചിട്ട് കാവ്യയ്ക്ക് പോകാനെന്ന് അദ്ദേഹം ശാഠ്യം പിടിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ അത്രയും ചെറുമകളോടൊപ്പം മകളോടൊപ്പം സന്തോഷമായിരിക്കാൻ സാധിച്ചു. ഒറ്റ മകളായതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ച് കൂടുതൽ ഇഷ്ടമാണ് അച്ഛനെന്ന് കാവ്യ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഒരേയൊരു ആഗ്രഹം ഇത് മാത്രമായിരുന്നു: ഞാൻ മരിച്ചുപോയാൽ എന്നെ കൊച്ചിയിലെ വീട്ടിൽ കൊണ്ടുചെന്ന് വേണം ദഹിപ്പിക്കാനെന്ന്. ഇതറിയാവുന്ന ഒരേ ഒരാൾ ദിലീപ് മാത്രമായിരുന്നു. കാരണം കാവ്യയുടെ അച്ഛന്റെ മരണത്തെ പറ്റിയോ അല്ലെങ്കിൽ അത് സംബന്ധമായ എന്തെങ്കിലും പറഞ്ഞാൽ കാവ്യയ്ക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇത്തരം ആഗ്രഹങ്ങളെല്ലാം ദിലീപിനോടാണ് പറഞ്ഞിരുന്നത്. മകൻ മിഥുനോട് പോലും അതൊന്നും പറഞ്ഞിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ദിലീപിന് മാത്രം ഇതെല്ലാം അറിയിച്ചിരുന്നുള്ളൂ. കാരണം ഉള്ളതെല്ലാം നുള്ളിപ്പെറുക്കി നീലേശ്വരത്തെ സാധനങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി അവർ കൊച്ചിയിൽ മനോഹരമായ ഒരു വില്ലയിൽ താമസം തുടങ്ങിയിരുന്നു. അതിനുശേഷമാണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചത്. സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന തന്റെ സ്ഥാപനം പോലും വേണ്ടെന്ന് വച്ചത് മകൾക്ക് വേണ്ടിയായിരുന്നു. കാവ്യയുടെ അച്ഛന്റെ വേർപാട് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല കാവ്യയുടെ ആരാധകരെയും വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ കാവ്യയുടെ അച്ഛന്റെ വിയോഗ വീഡിയോകൾക്ക് താഴെ പ്രേക്ഷകർ കമന്റുകളായി കുറിക്കുന്നുമുണ്ട്. വളരെ ആരോഗ്യവാനായിരുന്ന ആളായിരുന്നു അദ്ദേഹം. പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊന്ന് സംഭവിച്ചത്. കാവ്യയോടും ദിലീപിനോടും പലവർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും കാവ്യയുടെ അച്ഛന്റെ മരണവാർത്ത അറിഞ്ഞ് എത്തിയത് ഇതൊന്നും നോക്കാതെ തന്നെയാണ് ആളുകൾ. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് എത്താൻ പറ്റാത്തവർ പോലും അനുശോചനം അറിയിച്ച് സോഷ്യൽ മീഡിയയിലൂടെ എത്തിയിരുന്നു. അതെല്ലാം കാവ്യയോടോ ദിലീപിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. പക്ഷെ അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവർക്കും അദ്ദേഹത്തെ അത്രയധികം ഇഷ്ടമായിരുന്നു എന്ന് തന്നെ വേണം നമ്മൾക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ.